നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സമീപകാലത്ത് ഒരുപാട് ബ്രസീലിയൻ സൂപ്പർ താരങ്ങളെ സ്വന്തമാക്കാൻ സൗദി അറേബ്യക്ക് സാധിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട താരം നെയ്മർ ജൂനിയർ തന്നെയാണ്. കരിയറിൻ്റെ നിർണായക സമയത്ത് നെയ്മർ ജൂനിയർ സൗദി അറേബ്യയിലേക്ക് വന്നത് ഏവരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു. കൂടാതെ ബ്രസീലിയൻ സൂപ്പർ താരങ്ങളായ ഫാബിഞ്ഞോ, മാൽക്കം, ഫിർമീഞ്ഞോ, അലക്സ് ടെലസ് എന്നിവരൊക്കെ സൗദി അറേബ്യൻ ലീഗിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇവരൊക്കെ തന്നെയും ബ്രസീലിൻ്റെ ദേശീയ ടീമിന് വേണ്ടി കളിച്ചിട്ടുള്ള താരങ്ങളാണ്. ഇപ്പോൾ സൗദി അറേബ്യ സ്വന്തമാക്കുന്നത് യുവ പ്രതിഭകളെയാണ്. ഫുട്ബോൾ ലോകത്തെ ഭാവി വാഗ്ദാനങ്ങളെ കൂടി തങ്ങളുടെ ലീഗിലേക്ക് കൊണ്ടുവരാൻ സൗദി അറേബ്യക്ക് കഴിയുന്നുണ്ട്. നിരവധി ബ്രസീലിയൻ യുവ പ്രതിഭകൾ ഇതിനോടകം തന്നെ സൗദി അറേബ്യൻ ലീഗിൽ എത്തിക്കഴിഞ്ഞു. ഇത് ആരാധകരിൽ വലിയ അത്ഭുതമുണ്ടാക്കിയിട്ടുണ്ട്. വലിയ രൂപത്തിലുള്ള സാലറി ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈയൊരു യുവ താരങ്ങൾ യൂറോപ്പിന് മുകളിൽ സൗദി അറേബ്യയെ പരിഗണിക്കുന്നത്. അത് തന്നെയാണ് അവരെ ആകർഷിക്കുന്നത്. കൂടുതൽ മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതി കൈവരിച്ച ശേഷം യൂറോപ്പിലേക്ക് മടങ്ങുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ബ്രസീലിയൻ യുവതാരങ്ങൾ ഇപ്പോൾ സൗദി അറേബ്യൻ ലീഗിൽ എത്തിയിട്ടുള്ളത്. ബ്രസീലിൻ്റെ ഭാവി ഗോൾ കീപ്പറായിക്കൊണ്ട് വിലയിരുത്തപ്പെട്ട താരമാണ് ബെൻഡോ. അദ്ദേഹം യൂറോപ്പിലേക്ക് എത്തും എന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. എന്നാൽ അൽ നസർ അദ്ദേഹത്തെ സ്വന്തമാക്കുകയായിരുന്നു. കൂടാതെ അൽ നസർ വെസ്ലിയെ കൂടി സ്വന്തമാക്കിയിട്ടുണ്ട്. കേവലം 19 വയസ്സ് മാത്രമുള്ള ഈയൊരു ബ്രസീലിയൻ താരം കൊറിന്ത്യൻസിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഇതിനു പുറമെ ബ്രസീലിൻ്റെ അണ്ടർ-20 ടീമിന് വേണ്ടി കളിച്ച അലക്സാണ്ടറും ഇപ്പോൾ സൗദി അറേബ്യയെ തന്നെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഫ്ലുമിനൻസിൻ്റെ താരമായിരുന്ന ഈ മിഡ്ഫീൽഡർ ഇനി മുതൽ അൽ അഹ്ലിക്ക് വേണ്ടിയാണ് കളിക്കുക. കേവലം 20 വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. ചെൽസിയുടെ ബ്രസീലിയൻ പ്രതിഭയായ ഏഞ്ചലോ കൂടി ഇപ്പോൾ സൗദി അറേബ്യയിൽ എത്തിയിട്ടുണ്ട്. അൽ നസറാണ് അദ്ദേഹത്തെയും സ്വന്തമാക്കിയിട്ടുള്ളത്. കേവലം 19 വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. 21 വയസ്സുള്ള മാർക്കോസ് ലിയനാർഡോ കൂടി ഇപ്പോൾ സൗദി അറേബ്യയിൽ എത്തിയിട്ടുണ്ട്. അൽ ഹിലാലാണ് അദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടുള്ളത്. ബ്രസീലിൻ്റെ അണ്ടർ-20 ടീമിന് വേണ്ടി കളിച്ച താരമാണ് ഇദ്ദേഹം. ഈയൊരു യുവതാരങ്ങൾ എല്ലാവരും സൗദി അറേബ്യയിലേക്ക് എത്തിയത് ബ്രസീലിയൻ ആരാധകരിൽ ചിലരെങ്കിലും ആശങ്കപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു മികച്ച കരിയർ പടുത്തുയർത്താൻ ഈ താരങ്ങൾക്ക് കഴിയില്ലേ എന്ന ഒരു ആശങ്കയാണ് ആരാധകർക്കിടയിലുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീണ്ടും കാണാം.